ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ബാസിൽ നടക്കുന്ന ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ലേംഗ്ലയെ കുറിച്ച് പറയാം. ലേംഗ്ലെ എന്ന് പറയുന്ന താരം ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പ്ലെയർ ആയിട്ട് മാറിയിട്ടുണ്ട്. പെർമനന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. 2028 വരെയുള്ള ഒരു കോൺട്രാക്റ്റാണ് പ്ലെയർ സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്ലെയർ ബാസ വിട്ടിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പോയിരിക്കുന്നത് ലെറ്റർ ഓഫ് ഫ്രീഡം ആക്സെപ്റ്റ് ചെയ്തിട്ടല്ല. അതായത് പ്ലെയറിന് ഒരു പണം വേണ്ട എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്ട് ടെർമിനേഷൻ നടത്തിയിട്ടല്ല ബാസ വിട്ട് പോയത്. പകരം ചെറിയൊരു എമൗണ്ട് സ്വന്തമാക്കിയിട്ടാണ് പ്ലെയർ ക്ലബ്ബ് വിട്ട് പോയത്. അതായത് ഏകദേശം 1.5 മില്യൺ യൂറോസിൻ്റെ അടുത്തുള്ള ഒരു പണം പ്ലെയർ ക്ലബ്ബ് വിട്ട് പോകുന്ന ടൈമിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള എമൗണ്ട് പ്ലെയർ ഇഗ്നോർ ചെയ്തു. അപ്പോൾ ബാസ ഈ ഒരു പ്ലെയറിൻ്റെ എക്സിറ്റിലൂടെ ഏകദേശം 32 മില്യൺ യൂറോസിൻ്റെ ഒരു ഗ്രോസ് സാലറി വേജിൽ നിന്നും കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ബർട്ടമി ബോർഡ് പ്ലെയർ ഡിസേർവ് ചെയ്യുന്നതിനേക്കാളും വലിയൊരു എമൗണ്ട് കൊടുത്തത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ജോൺ ലപ്പോർട്ടോ ബോർഡ് മാക്സിമം ട്രൈ ചെയ്യുമായിരുന്നു ഈ ഒരു പ്ലെയറിൻ്റെ എക്സിറ്റ് നടത്താൻ വേണ്ടിയിട്ട്. പക്ഷേ നടന്നില്ല. പ്ലെയറിൻ്റെ ഡിമാൻഡ് ഹൈ ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡ് മൂവ് നടക്കുകയും ആ ഒരു ക്ലബ്ബായിട്ട് പ്ലെയർ നല്ലൊരു അറ്റാച്ച്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് പ്ലെയറിന് ആ ഒരു ക്ലബ്ബിലേക്ക് പോകാനുള്ള ഇൻട്രസ്റ്റ് വർദ്ധിച്ചു. അതുമാത്രമല്ല ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുന്നത് കൊണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പോകാൻ പ്ലെയറിന് വളരെയധികം ഇൻട്രസ്റ്റ് ആയി. അതുമാത്രമല്ല ഈ പറയുന്ന അത്ലറ്റിക്കോ മാഡ്രിഡ് പ്ലെയറിനൊരു ഓഫർ കൊടുത്തു. കോൺട്രാക്ട് ടെർമിനേഷൻ നടത്തിയിട്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൽ വരുന്നതെങ്കിൽ പ്ലെയർ എത്രയാണോ സാലറി വാങ്ങുന്നത് അതേ സാലറി നൽകാം എന്നൊക്കെ പറഞ്ഞു. പ്ലെയർ അത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു ഡീല് പെട്ടെന്ന് തന്നെ നടന്നത്. അപ്പോൾ താങ്ക് യു ആൻഡ് വിഷ് യു ഗുഡ് ലക്ക് ലേംഗ്ലെ. ഇനി പറയാനുള്ളത് അലക്സ് വേനെ കുറിച്ചാണ്. അപ്പോൾ അലക്സ് വേ എന്ന് പറയുന്ന താരം ബാസ അത്ലറ്റിക്കിൻ്റെ പ്ലെയറാണ്. ഈ കഴിഞ്ഞ പ്രീ സീസണിൽ ബാസയുടെ ഫസ്റ്റ് ടീമിൽ പ്ലെയർ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഹാൻസ് ഫ്ലിക്കിൻ്റെ അണ്ടറിൽ പ്ലെയറിന് പ്ലേയിങ് ടൈം ലഭിക്കുമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ റിയാലിറ്റി അങ്ങനെയായിരുന്നില്ല. പ്ലെയറിന് റെഗുലർ ആയിട്ടുള്ളൊരു പ്ലേയിങ് ടൈം വേണം, ഫസ്റ്റ് ടീമിൽ തന്നെ പെർഫോം ചെയ്യണം എന്നൊരു തോട്ട് ഉള്ളതുകൊണ്ട് പ്ലെയർ ലോൺ ഡീൽ വഴി സെൽറ്റിക്കിലേക്ക് പോയി. സെൽറ്റിക്കിലാണെങ്കിൽ പ്ലെയർ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അപ്പോൾ പ്ലെയറിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് സെസ് ഫാബ്രിക്കാസിൻ്റെ ക്ലബ്ബായിട്ടുള്ള കോമോ ഇൻട്രസ്റ്റ് കാണിച്ചു. അങ്ങനെ ഈ കഴിഞ്ഞ വിൻഡോ ട്രാൻസ്ഫർ വിൻഡോ വഴി പ്ലെയർ ഈ പറയുന്ന കോമോ സ്വന്തമാക്കി. ലോൺ ഡീൽ വഴിയാണ് സ്വന്തമാക്കിയത്. ആ ഒരു ഡീലിനകത്ത് 6 മില്യൺ യൂറോസിൻ്റെ ഒരു ബൈ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സീസൺ ഉണ്ടായപ്പോൾ കോമോന് പ്ലെയറിൻ്റെ പെർഫോമൻസ് വളരെയധികം ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ആ ഒരു 6 മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്തു. പ്ലെയർ ഇപ്പോൾ ഈ പറയുന്ന കോമോയുടെ പ്ലെയറാണ്. പെർമനൻ്റ് ആയിട്ട് ആ മൂവ് നടന്നിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയറിൻ്റെ ഡീലിൻ്റെ പേരിൽ ഫ്യൂച്ചർ സെയിലിൻ്റെ റൈറ്റ്സും ഇല്ല. അതേപോലെ തന്നെ ഒരു ബൈബാക്ക് ക്ലോസും ഈ പറയുന്ന ഡെക്കോ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് ഡെക്കോയുടെ മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ആ ഒരു പ്ലെയർ അത്യാവശ്യം നല്ല പൊട്ടൻഷ്യലുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ അടുത്തൊരു 2-3 വർഷത്തിനുള്ളിൽ തന്നെ ഒരു ബിഗ് ക്ലബ്ബിൽ പ്ലെയർ പെർഫോം ചെയ്യുമെന്നാണ് എൻ്റെ ഒരു ടേക്ക്. അപ്പോൾ ആ ഒരു പ്ലെയറിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് ഡെക്കോ ഫ്യൂച്ചർ സെയിലിൻ്റെ റൈറ്റ്സോ അല്ലെങ്കിൽ ബൈബാക്ക് ക്ലോസോ എന്തെങ്കിലും ഉൾപ്പെടുത്തണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ടേക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല, പ്ലെയർ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. എന്തായാലും താങ്ക് യു ആൻഡ് വിഷ് യു ഗുഡ് ലക്ക് അലക്സ് വേ. ഇനി പറയാനുള്ളത് ജോൺ ഗാർസിയെ കുറിച്ചാണ്. ഇപ്പോൾ ജോൺ ഗാർസിയ എന്ന് പറയുന്ന താരം ഇപ്പോൾ ബാസയിലേക്ക് വരാൻ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്. പ്ലെയറിൻ്റെ അപ്രൂവൽ വന്നിട്ടുണ്ട്. ബാസ ആണെങ്കിൽ ഈ ഒരു താരത്തിൻ്റെ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്തിട്ടുണ്ട്. ഫെബ്രീസിയോ റൊമാനോ ഹിയർ വി ഗോ പറഞ്ഞെങ്കിലും അത് കഴിഞ്ഞിട്ട് 2-3 ദിവസത്തിന് ശേഷമാണ് ജോൺ ഗാർസിയയുടെ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യുന്നത്. ഏകദേശം 25 മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ആണ് ബാസ ട്രിഗർ ചെയ്തിട്ടുള്ളത്. ലാലിഗയുടെ അപ്രൂവൽ ലഭിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ട്സും വന്നിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ പ്ലെയറിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ബാസ നടത്തിയിരിക്കും. 2031 വരെയുള്ള ഒരു കോൺട്രാക്റ്റാണ് ബാസ കൊടുക്കുന്നത്. അത് 2030 ആയിരുന്നു. പിന്നെ അമോർട്ടൈസേഷൻ ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് 2031 ആക്കിയത്. എന്തായാലും പ്ലെയറിൻ്റെ ലാലിഗ രജിസ്ട്രേഷൻ ഓൺ ടൈമിൽ നടക്കുമെന്നൊക്കെയാണ് റിപ്പോർട്ട്സ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരത്തില്ല. അപ്പോൾ വരും ദിവസങ്ങളിലോ അല്ലെങ്കിൽ വരും ആഴ്ചകളിൽ തന്നെ ജോൺ ഗാർസിയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ബാസയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അത്ര തന്നെ. പിന്നെ എനിക്ക് ചില ബാസ ഫാൻസിനോട് പറയാനുള്ളത് ജോൺ ഗാർസിക്ക് ബ്രീത്തിങ് സ്പേസ് കൊടുക്കുക. ഈ പറയുന്ന റഫീനിയും ഫെറാൻ ടോറസും ബാസയിലേക്ക് വന്ന ടൈമിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ബ്രീത്തിങ് സ്പേസ് മീഡിയാസ് നൽകിയില്ല. അതേ ലെവലിൽ തന്നെയായിരുന്നു ബാസ ഫാൻസും ഉണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള അറ്റാക്കോ കാര്യങ്ങളും ആ പ്ലേയേഴ്സ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ സിമിലർ പാറ്റേൺ ജോൺ ഗാർസിക്ക് ഉണ്ടാവാൻ പാടില്ല. പകരം പ്ലെയറിന് പ്രോപ്പറായിട്ടുള്ള ഒരു സപ്പോർട്ട് ഫാൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് എനിക്ക് പറയാനുള്ളൂ. മീഡിയാസ് അറ്റാക്ക് ചെയ്യും, അത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഫാൻസ് പ്ലെയറെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ബ്രീത്ത് ചെയ്യാനുള്ള ഒരു സ്പേസും കൊടുക്കണം. അതായത് പ്ലെയർ ചിലപ്പോൾ ടൈം എടുത്തിട്ടായിരിക്കും അഡാപ്റ്റ് ആവുക. പക്ഷേ പ്ലെയർ അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ പ്ലെയർ കിഡിലായിട്ട് പെർഫോം ചെയ്യും. നമുക്ക് നേടേണ്ട ട്രോഫീസൊക്കെ നേടിത്തരും. അതായത് 2024-25 സീസണിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ട്രോഫി അടക്കം പ്ലെയർ നേടിത്തരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ പ്ലെയറെ സപ്പോർട്ട് ചെയ്യുക, അത്ര തന്നെ. ഇനി പറയാനുള്ളത് നീക്കോ വില്യംസിനെ കുറിച്ചാണ്. അപ്പോൾ നീക്കോ വില്യംസ് ഡീലിന് പിന്നാലെ ബാസ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ മുതലേ ഉണ്ട്. ഇപ്പോൾ പ്ലെയറിൻ്റെ ഡീലിൽ ബാസ ഇൻട്രസ്റ്റ് കഴിഞ്ഞ സമ്മറിൽ കാണിച്ചെങ്കിലും പ്ലെയറിന് ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ബോണിൻ്റെ വലിയ അത്ര വലിയ ട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ടാണ് ആ ഒരു ഡീല് ലാസ്റ്റ് കൊളാപ്സ് ആയത്. ശരിക്കും പ്ലെയർ ബാസ ബോർഡിനെ പ്രോപ്പറായിട്ട് ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡീല് ഓൺ ടൈമിൽ നടന്നേനെ. ഇപ്പോൾ ഡാനിയൽ മോ നമ്മുടെ ബോർഡിനെ ട്രസ്റ്റ് ചെയ്ത പോലെ. അപ്പോൾ പ്ലെയർ ചെയ്യാത്തത് കൊണ്ടാണ് ആ ഡീല് നടക്കാതെ പോയത്. അതിനെക്കുറിച്ച് ഡെക്കോ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ എടുത്തു പറഞ്ഞതാണ്. അപ്പോൾ പ്ലെയർ നമ്മുടെ ബോർഡിനെ ട്രസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ബോർഡ് പിന്നെ പ്ലെയറിൽ വലിയ രീതിയിലുള്ള ഇൻട്രസ്റ്റ് കാണിച്ചില്ല. അതായത് ബാസ ബോർഡ് കംപ്ലീറ്റ്ലി നീക്കോ വില്യംസിനെ ഇഗ്നോർ ചെയ്ത് മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ അടുത്താണ് ഈ ഒരു താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ബയൺ രംഗത്ത് വരുന്നത്. പ്ലെയർ ഡിമാൻഡ് നടന്നത് ഏകദേശം 20 മില്യൺ യൂറോസിൻ്റെ ഒരു ഗ്രോസ് സാലറി ആയിരുന്നു. അത് നൽകാൻ ബയൺ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലെയറിൻ്റെ ഏജൻറ്റ് ബയണായിട്ടൊക്കെ ടോക്ക് നടത്തുന്ന ടൈമിലാണ് നീക്കോ വില്യംസ് ഈ ഒരു ഏജൻറ്റിനോട് പറയുന്നത്, അതായത് അദ്ദേഹത്തിന് ബാസ മൂവ് നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്, അതുകൊണ്ട് ഡെക്കോ ആയിട്ട് ഒരു മീറ്റിംഗ് നടത്തുകയെന്ന്. ഇപ്പോൾ ഡെക്കോ ആയിട്ട് മീറ്റിംഗ് നടത്തി. ആ ഒരു മീറ്റിങ്ങിൽ നിന്നും അറിയാൻ സാധിച്ചത് കഴിഞ്ഞ സമ്മറിൽ പ്ലെയറിന് കിട്ടിയ അതേ ഓഫറായിരിക്കും ഈ സമ്മറിലും ഉണ്ടാവുക. അതായത് 12 മില്യൺ യൂറോസിൻ്റെ ഗ്രോസ് സാലറി മാത്രമായിരിക്കും പ്ലെയറിന് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലെയർ അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അതുമാത്രമല്ല, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി ബാസ മൂവ് നടന്നാൽ മതി എന്ന രീതിയിലാണ് ഇപ്പോൾ പ്ലെയർ ഉള്ളത്. അതായത് രജിസ്ട്രേഷനിൽ ഒരു ഗ്യാരണ്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, പ്ലെയർ ബാസ മൂവ് നടത്താൻ റെഡിയാണെന്ന ഒരു കൺഫർമേഷൻ നൽകിയിട്ടുണ്ട്. ഒരു വർഷം മുൻപുള്ള സിനാറിയോയിൽ ഇപ്പോൾ ഉള്ളത്. ഒരു വർഷം മുൻപ് ബാസയാണ് ഈ ഒരു താരത്തിൽ ഇൻട്രസ്റ്റ് കാണിച്ചത്. പക്ഷേ ഇപ്പോൾ പ്ലെയർ ബാസയിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു. അതുമാത്രമല്ല ചെറിയ സാലറി അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവുന്നു. സോ ഒരു വർഷം കൊണ്ടാണ് ഈ ഒരു ചേഞ്ച് കാണാൻ പറ്റിയത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ഈ ഒരു ഡീൽ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഡീലല്ല. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം പ്ലെയറിൻ്റെ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. 62 മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ഉണ്ട്. അതുമാത്രമല്ല ആ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യുമ്പോൾ FFPയിൽ നമ്മൾ ഏകദേശം 25 മില്യൺ യൂറോസിൻ്റെ ഒരു സ്പേസ് ജനറേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില ഡിലേസ് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്തൊക്കെ ഡിലേ വന്നു കഴിഞ്ഞാലും പ്ലെയറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രോപ്പർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ബാസി ഒരു ഡീൽ നടത്തിയിരിക്കും. ഇവിടെ ബാസി അല്ല പ്ലെയറിൻ്റെ പിന്നാലെ പോകുന്നത്, പകരം പ്ലെയറാണ് ബാസിലേക്ക് വരാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ബാസയ്ക്ക് ഇഷ്ടപ്പെട്ട് ഈ ഒരു ഡീൽ ഫൈനലൈസ് ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡെക്കോ ഇൻട്രസ്റ്റ് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ റീസെൻ്റ് ആയിട്ട് ഹാൻസ്ബിളിക്ക് ഈ പറയുന്ന നീക്കോ വില്യംസ് ആയിട്ട് ടോക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്ലെയർ ബാസിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലെയർ എങ്ങനെയായിരിക്കും ഹാൻസ്ബിളിക്ക് യൂസ് ചെയ്യുക, അത് മാത്രമല്ല എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് നേടാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടോക്കൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് പ്ലെയർ ബാസ മൂവിന് വളരെയധികം ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്ന നീക്കോ വില്യംസ് ബാസ പ്ലെയർ ആയിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും റിയാലിറ്റി എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.